Dear friends, ഇന്നതാണ് നമ്മൾ നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഡൽഹി പ്രൈസിൽ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടാവുന്ന നല്ല കിഡില ഇന്നോവകളുണ്ട്. അത് നമുക്ക് ഏറ്റവും ഒരു ഹാച്ച് ബാക്കിന്റെ ക്യാഷിനെ കൊണ്ടാൻ പറ്റുന്ന നല്ല ഓഫറിലാണ് നമുക്കൊരു സ്പെഷ്യൽ 2 ഇന്നോവകളുണ്ട്. കൂടാതെ നമുക്ക് മാക്സിമം ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടാവുന്ന നല്ല ഇന്നോവ കളക്ഷൻസ്. അപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റ് ഇന്നോവ നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് വരാം. കൂടാതെ നമുക്ക് ഫുൾ ഓണുള്ള ചെറുവാഹനങ്ങളുണ്ട്, 800 ഉണ്ട്, കിഡ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു അടിപൊളി പാർട്ടാണ്. അതേപോലെ 7 സീറ്ററുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള മലബാർ യൂസർ കാസിലാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ യൂണിവേഴ്സിറ്റി ചെട്ടിയാർമാടാണ്. അപ്പോൾ നമുക്ക് ഹൈവേൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു നമ്മൾ തൃശ്ശൂർ കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ കാക്കഞ്ചേരിയുടെ അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ ഇടയിലായിട്ടാണ് ഒരു നമ്മുടെ മലബാർ യൂസർ കാസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അമീറാണ്. അമീറ, നമ്മൾ കുറച്ചു കാലമായി വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഓഫർ നിന്നാണ് തുടങ്ങാം. ഇന്നോവന്നെ ആയിക്കോട്ടെ അല്ലെ? ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 ഫസ്റ്റ് വണ്ടിയാണ്. 2013 ഫസ്റ്റ് വണ്ടി അല്ലേ? G4 അലൈവിലേക്കുള്ള വണ്ടിയാണ്. ഓക്കെ, റീരജിസ്ട്രേഷൻ വണ്ടിയാട്ടോ. റീവണ്ടി തന്നെയാണ് അല്ലേ? അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി വണ്ടിയാണ്. സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, LCD സ്ക്രീന് വന്നിട്ടുണ്ട്. റൂഫ് കാര്യങ്ങൾ, ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റായ ഒരു അടിപൊളി വാഹനം. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആവറേജ് ടയർ കാര്യങ്ങൾ, സ്പോയിലർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. 2013 G4 കിലോമീറ്റേഴ്സ് എത്രയായിരുന്നു? കിലോമീറ്റർ 170 അല്ലെ? എഞ്ചിന് മെക്കാനിക്കൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക്കലൊക്കെ ഗ്യാരണ്ടി. കിലോമീറ്റർ എങ്ങനെ നമുക്ക് റീവണ്ടി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, സർവീസ് ഇല്ലാത്ത വണ്ടിയാണ്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കാല. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് ഓഫർ പ്രൈസ് ആണ് 6.25 നമുക്ക് കൊടുക്കാം. 6.25 2013 G4 വണ്ടി. ഓക്കെ, 6.25 ഇനി അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവോ? ഇല്ല, ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. ഫൈനൽ റേറ്റ് ആണ്. ഇപ്പം പാർട്ടി വന്നോട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 5 രൂപ വരെ ചെയ്യാം. 5 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. 1.5 സംതിങ് ഉണ്ടെങ്കിൽ നല്ലൊരു ഇന്നോവ ഉണ്ടാവും. അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു സിൽവർ ഫിനിഷിംഗ് അല്ലേ? അതെ അതെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 വണ്ടിയാണ്. G4 അലൈവിലൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് ഓഫറിൽ കൊടുക്കാം. ഓക്കെ, എങ്ങനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 2 ലക്ഷത്തിന്റെ അടുത്ത് ഓട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പൊ എത്ര നമ്മൾ ഇതിന്റെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 7 രൂപയ്ക്ക് കൊടുക്കാം. 7 രൂപക്ക് അല്ലേ? 7 രൂപ. അപ്പൊ ഒന്ന് 6.25 ഉണ്ട്, ഒന്ന് 7 രൂപക്ക് ഉണ്ട് അല്ലേ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങൾ, മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പുറത്തുനിന്ന് വരുന്ന വണ്ടിക്ക് ചിലപ്പോ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവും. ഓക്കെ, പൊതുവെ ഈ വണ്ടികൾ എല്ലാ വണ്ടികളിലും കാണുന്ന ഒരു പ്രശ്നമാണ്. ആ വണ്ടിക്ക് റീപ്ലേസ് ഉണ്ട്, ഗ്ലാസ് മാറിയില്ല. മറ്റിനല്ല. ഇല്ല, ഗ്ലാസ് ഒന്നും മാറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് 7 രൂപ, അതേപോലെ 6.25. ഇതിന് നമുക്ക് ഏകദേശം എത്ര ലോണൊക്കെ ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് 5-6 രൂപ വരെ മാക്സിമം ചെയ്യാം. 5-6 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. അടുത്ത തവണ നമുക്കൊരു W8 ഏറ്റവും ടോപ്പ് എൻഡില് മഹീന്ദ്ര SUV 500 നല്ല 7 സീറ്റർ ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? മോഡല് കാര്യങ്ങളൊക്കെ? 2013 വണ്ടിയാണ്. 2013 വണ്ടി അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,35,000 കിലോമീറ്റർ. 1.35 ഓണർ വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പർ ഒക്കെ ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ, അതേപോലെ ഫാൻസി നമ്പർ ആണ്. 7 സീറ്റർ ആണ് അല്ലേ? അതെ അതെ. കേരള വണ്ടി തന്നെ അല്ലത്? അതെ അതെ, സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? 101. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കണം? ഇത് നമുക്കൊരു ഓഫറിൽ കൊടുക്കാം. 5 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപയ്ക്ക് ഒരു 7 സീറ്റർ അല്ലേ? അത് ഫുൾ ലോഡ് 2013 വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ? നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 4-4.5 രൂപ വരെ ചെയ്യാം. 4 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. അടുത്ത വീണ്ടും ഇന്നോവന്റെ മോഡൽ എങ്ങനെയായിരുന്നു? അത് 2011 വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടി. ഇവിടെ സെക്കൻഡ് ഓണർ നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, എത്ര നമ്മളെ ചോദ്യം? ഇത് നമുക്കൊരു 6.25 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 6.25 രൂപയ്ക്ക്. ഏതായിരുന്നു മോഡൽ? ഏതായിരുന്നു ഇത്? 11V ആട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 11V 6 രൂപയ്ക്ക്. അതേപോലെ സിംഗിൾ ഓണർ വണ്ടി. നമ്മളിപ്പോ സെക്കൻഡ് ഓണർ നമ്പർ ആയ വണ്ടിയാണ്. സെക്കൻഡ് ഓണറിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 4 രൂപ വരെ ലോണും ചെയ്യാം. അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് V വണ്ടി. ടൈപ്പ് 4 കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നോവകൾ നമുക്ക് തവണ 2 ഓഫർ കഴിഞ്ഞ് ഇനി അടുത്തൊരു ഇന്നോവ. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ? അത് 2015 വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 940. നമ്മൾ ഇന്നോവകൾ കുറെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു പോണ വേറെ വണ്ടികൾ ഉള്ളതുകൊണ്ട് കേട്ടോ. ഇത് ഏതായിരുന്നു മോഡൽ? 2014 Z വണ്ടിയാണ്. 9.25 രൂപ കൊടുക്കാം. 9.25 അല്ലേ? 2012 വണ്ടിയാണ്. G4 ഇത് 6 രൂപ കൊടുക്കും. 6 രൂപയ്ക്ക്. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2018 G4 ക്രിസ്റ്റന്റെ അലൈവിലൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല അടിപൊളി അലൈവിലുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പൊ സെക്കൻഡ് ഓണർ നമ്പർ ആയ വണ്ടിയാണ്.
ഇത് നമുക്ക് ഒരു 8 രൂപ കൊടുക്കാം. 8 രൂപയ്ക്ക് അല്ലേ? ഇത് ഏകദേശം സർവീസ് ഉള്ള വണ്ടി കേട്ടോ, അത് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. നമുക്ക് എഞ്ചിൻ മെക്കാനിക്കലൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി. ഇതിന് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 7 രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. സ്വിഫ്റ്റ് അല്ലെ? എങ്ങനെയായിരുന്നു സ്വിഫ്റ്റ്? ഡീസലാണോ പെട്രോൾ ആണോ? ഇത് ഡീസൽ വണ്ടി VDI 2015 വണ്ടിയാ. 15 വണ്ടി അല്ലേ? ആ മൈലേജ് ഒക്കെ അത്യാവശ്യം കിട്ടുന്ന വണ്ടി അല്ലേ? ഓ നല്ല മൈലേജ് ഉണ്ട്. അതേമാതിരി ഓട്ടം കുറവുള്ള വണ്ടി ആണിത്. എങ്ങനെയായിരുന്നു നമുക്ക് മൈലേജ് ഇതിന് എത്ര? നമുക്ക് 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടൂല. ഒറിജിനൽ കേരള VDI AC പോസ്റ്ററിംഗ് 4 ഡോർ പവർ വിൻഡോ ടയർ കാര്യങ്ങളൊക്കെ അവറേജ് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് ഒന്നും ഇല്ല, റീപ്ലേസ് ഒന്നും ഇല്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. എത്ര കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത്? ഓട്ടം കുറവാണ്, 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2015 മോഡല് 68,000 കിലോമീറ്റർ അല്ലേ? ഡിപ്പെൻസ് നമ്മൾ ഡീസൽ വണ്ടി കൂടി നോക്കുമ്പോ ഓട്ടം കുറവാണ്. ഓട്ടം കുറവുള്ള വണ്ടി അല്ലേ? നമുക്ക് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? അത് നമുക്കൊരു 495 കൊടുക്കാം. 495 ഏകദേശം കണ്ടീഷൻ വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഫുൾ ഗ്യാരണ്ടി. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 60 രൂപ ഉണ്ടെങ്കിലൊക്കെ 60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? അടുത്ത വീണ്ടും ഡീസലില് ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി അല്ലേ? അതെ, 2018. നമുക്ക് അതിനെക്കാട്ടി മൈലേജ് കിട്ടൂല? മൈലേജ് അതിനേക്കാളും ഒരുപാട് മൈലേജ് ഉണ്ടാവും. 22-23 കിലോമീറ്റർ മൈലേജ് കിട്ടും. നല്ല വൈഡ് വീൽ അലോയ് കാര്യങ്ങൾ, കുറച്ച് സ്കേട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ്. പിന്നെ ഇന്റീരിയറും നല്ല കിടുവാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി കേട്ടോ. എങ്ങനെയായിരുന്നു മോഡൽ? സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് ഒരു 6 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഒന്നുമില്ല. നമുക്ക് എത്ര ഓട്ടം എങ്ങനെയായിരുന്നു? ഇത് 1,00,000 പുറത്ത് ഓട്ടം ഉണ്ട്. മാച്ച് സർവീസ് കഴിഞ്ഞാണോ? ഓ, അതൊക്കെ കഴിഞ്ഞതാ. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. നമുക്ക് ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 6 രൂപ വരെ, നല്ല പ്രൊഫൈൽ ഉള്ള ആൾക്ക് 6 രൂപ വരെ ലോൺ ചെയ്യാം. 10-50 രൂപ വണ്ടി ഇറക്കാം. റിഡ്സ് നമുക്ക് ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ 2000 ഡീസലാണ്. ഇതിന്റെ മൈലേജ് ഒക്കെ എത്ര കിട്ടും? ഇതിന് നമുക്ക് ആ സ്വിഫ്റ്റിന്റെ ഒക്കെ മൈലേജ് ഉണ്ടാവും. പിന്നെ 18-20 കിലോമീറ്റർ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ടയറും ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുള്ളാണ് ZDI. ഇതിന് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2 എയർ ബാഗ്, 5 അലോയിലൊക്കെ വരുന്ന കേട്ടോ. 5 അലോയ് ആണ്. 5 അലോയ് ഉണ്ട്. 5 അലോയ് ആണ്. റിയറിൽ വൈപ്പർ അങ്ങനെ ഫുൾ ലോഡ് വണ്ടി അല്ലേ? ഇത് ഒറിജിനൽ കേരള? ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1,20,000 കിലോമീറ്റർ. സർവീസ് കഴിഞ്ഞാണോ? ഓ, മേജർ സർവീസ് കഴിഞ്ഞാ. കിടലം വണ്ടി അല്ലേ? അതെ, ഫുൾ ലോഡ് വണ്ടി. നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു ഇതിന്? ഇത് നമുക്ക് ഒരു 355 കൊടുക്കാം. 355 അല്ലേ? ZDI വണ്ടി. ഏകദേശം നമുക്ക് ലോണൊക്കെ 3 രൂപ വരെ ലോൺ ചെയ്യാം. 10-25 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 ZDI വണ്ടിയാ. 2015 പുഷ് ബട്ടൺ വരുന്ന വണ്ടി അല്ലേ? നല്ല ഫാൻസി നമ്പർ കാര്യങ്ങള്, തലശ്ശേരി രജിസ്ട്രേഷന്. ഇത് മൈലേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 20 ഒക്കെ കിട്ടൂല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 15 ZDI വണ്ടി. 15 ZDI അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1,08,000 കിലോമീറ്റർ. ഓക്കെ. നമുക്ക് മാച്ച് സർവീസ് കഴിഞ്ഞാണോ? ഓ, കഴിഞ്ഞതാ. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. എത്ര നമ്മൾ ചോദ്യത്തിന്? ഇത് നമുക്ക് ഒരു 5 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി. 5 രൂപക്ക് അല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല സ്വിഫ്റ്റുകൾ വരുന്നുണ്ട്. അതും ഡീസലില് കേരള വണ്ടികൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് കൊണ്ടുപോകാം. ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്ന 15 മോഡല്. നമുക്ക് ഒരു 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അടുത്താണ് വീണ്ടും സ്വിഫ്റ്റ്. സ്വിഫ്റ്റുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ. അടുത്തത് എങ്ങനെ? 2013 വണ്ടിയാണ്. 13 VDI ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ ഒരു 355 ഉണ്ടെങ്കിൽ ഫൈനൽ ആക്കി കൊടുക്കാം. 355. ഓട്ടം എങ്ങനെയായിരുന്നു? ഇത് 125 ഓട്ടം. മേജർ സർവീസ് കഴിഞ്ഞാണ്? അത് കഴിഞ്ഞതാ. VDI ആണ് വണ്ടി. AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, പിന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 10-70 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? അടുത്താണോ ഫിയറ്റ് പൂണ്ടോ അല്ലേ? അതൊക്കെ ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. ഇത് ഡീസലാണോ? 2010 ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ വണ്ടി. ഇപ്പൊ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. ഒരാൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പാർട്സിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് വണ്ടി ആരും മാറാതെ തരുന്നില്ല. ചോദ്യം നമുക്ക് 1 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാം. 1 രൂപ ഡീസൽ വണ്ടി ഫുൾ ലോൺ കയറ്റി കൊടുക്കുകയാണെങ്കിൽ. ഫുൾ ലോൺ വണ്ടി. അപ്പൊ ഫുൾ ലോൺ ഉണ്ടാൻ പറ്റുന്ന ഡീസൽ വണ്ടി. അത് മൈലേജ് എത്ര കിട്ടും ഇതില്? നമുക്ക് സ്വിഫ്റ്റിന്റെ അതേ മൈലേജ് ഉണ്ടാവും. അതേ എഞ്ചിന്, കോട്ടറേജിന്റെ എഞ്ചിനാണ്. ഓക്കെ. ഇത് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം പിന്നെ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ, അലോയ്സ് അങ്ങനെ അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. ഡീസൽ
അപ്പൊ ഈ പറഞ്ഞ പോലെ 18-20 മൈലേജും കിട്ടൂല. അടുത്ത ഒരു ഓൾട്ടോ 800, ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? നമുക്ക് ഫുൾ ഓൺ കയറ്റി കൊടുക്കാം. ഫുൾ ഓണിൽ കൊണ്ടാൻ പറ്റുന്ന ഓൾട്ടോ 800 സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 39,000 കിലോമീറ്റർ അല്ലേ? അതെ അതെ. ഓക്കെ, നമുക്ക് ഫുൾ ഓൺ കയറ്റി കൊടുക്കാം. 2,400 രൂപയാണ്. 2,400 രൂപ ലോണും കയറ്റി കൊടുക്കാം. 2,400 ചോദ്യം. 2,400 നമുക്ക് ലോൺ ചെയ്യാം. LXI അല്ല വണ്ടി. AC പോസ്റ്ററിംഗ് 2 ഡോർ പവർ വിൻഡോ അല്ലേ? പിന്നെ ഇന്റീരിയറിൽ നമുക്ക് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓൺഷിപ്പ് സിംഗിള്, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ അല്ലേ? അതും ചെറിയ ഓട്ടം നമുക്ക് ഫുൾ ഓണർ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആദ്യകാല നമ്മളെ ഓൾട്ടോ ഇന്നും ഡിമാൻഡ് ആണ്. നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ് അല്ലേ? അതെ അതെ. ഡിമാൻഡ് ഉള്ള വണ്ടിയാ. 2012 വണ്ടിയാ. 2012 അല്ലേ? LXI അന്നത്തെ ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി. അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 83,000 കിലോമീറ്റർ. 83,000 കിലോമീറ്റർ അല്ലേ? AC പോസ്റ്ററിംഗ് ഉണ്ടാവും. പിന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം ഉണ്ട് അല്ലേ? മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടം എങ്ങനെയായിരുന്നു? ഇത് 83,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. എത്ര ചോദ്യം? ഇത് നമുക്ക് ഒരു 1,55 കൊടുക്കാം. 1,55 1 നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 55 റുപ്യ വണ്ടി ഇറക്കാം. അടുത്താണ് കിഡ്, റെനോ കിഡ്, 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. 2016 സിംഗിൾ ഓണർ വണ്ടി. ഇതിൽ ഫുൾ ഓപ്ഷൻ ആട്ടോ. ഇതിന്റെ ഏറ്റവും ഫുൾ RXT ആണ്. ഇതിന് ഫുൾ എയർ ബാഗ് ഉണ്ടാവും, മ്യൂസിക് സെറ്റ് ഉണ്ടാവും, റിയർ സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്യാമറ, പാർക്കിംഗ് ക്യാമറ കാര്യങ്ങള്, അതേപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ. അത്യാവശ്യം ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? ടോപ്പ് ലോഡ് വണ്ടി. പെട്രോൾ ആണ്. മൈലേജ് നമുക്ക് എത്ര? നമുക്ക് ഒരു 18-20 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. 18-20 കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാം. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് ഒരു 2,30 ഫുൾ ഓൺ കയറ്റി കൊടുക്കാം. 2,30 ഫുൾ ഓൺ. ഓക്കെ, അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് നേരെ ഇത് കൊടുത്തിട്ട് 85,000 കിലോമീറ്റർ അല്ലേ? 85,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ ഓണിൽ കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം ടയറും ഉണ്ട് അല്ലേ? 90% ടയറും ഉണ്ട് അല്ലേ? ഇപ്പൊ മൈലേജ് നോക്കുന്നവർക്ക് വീണ്ടും നല്ലൊരു കിഡ്ലൻ സെഡാൻ, അതും ചെറിയ ബഡ്ജറ്റിൽ അല്ലേ? സണ്ണി, നിസാന്റെ സണ്ണിയാണ്. നല്ല നമ്പർ 10-20 നമ്പർ അല്ലേ? കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. 2012 വണ്ടി കേട്ടോ. 12 വണ്ടി. ഡീസൽ അല്ല വണ്ടി? ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. ടയറൊക്കെ പക്കയാണ് അല്ലേ? ഓ, പിന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അതേപോലെ തന്നെ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് ഒക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓർഡർ 2012 വണ്ടി. ഓട്ടം എങ്ങനെയായിരുന്നു? ഓട്ടം 1,35,000 കിലോമീറ്റർ. റിയറിൽ AC വെന്റ് കാര്യങ്ങള്, നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. മൈലേജ് നമുക്ക് ഒരു ലോങ്ങിൽ 22 കിലോമീറ്റർ എന്തായാലും മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം അല്ലെ? ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി അല്ലെ? ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ഒരു 2,80 കൊടുക്കാം. 2,80 ലോൺ എത്ര വരെ ചെയ്യാം? 2 രൂപ വരെ ലോണും ചെയ്ത് കൊടുക്കാം. 80 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. നല്ല മൈലേജ് വെക്കുന്നവർക്ക് പറ്റും നല്ലൊരു വണ്ടിയില്ല. അടുത്തോണ്ട് ഹുണ്ടായുടെ വരണ അല്ല, ഫ്ലൂയിഡിക്ക് വരണ 59 തളിപ്പറമ്പ്, കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷന്. പിന്നെ ഫുൾ ലോഡ് ആണത്? അല്ലല്ല, ഫുൾ ലോഡിന്റെ താഴെ. പക്ഷെ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല കിഡ്ലനാണ്. അതേപോലെ നല്ല വൃത്തിയുള്ള വണ്ടി. ആക്സിഡന്റും കാര്യങ്ങളും ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ലാത്ത വണ്ടി അല്ലേ? 2011 മോഡൽ. 2011 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 1ന്റെ പുറത്ത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല അല്ലെ? നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്കൊരു 2.5 രൂപ ഫൈനൽ ആക്കി കൊടുക്കാം. 2 രൂപ ഫൈനൽ. 2 രൂപ, 1.25 2 രൂപ വരെ ലോണും ചെയ്ത് കൊടുക്കാം. ചെറിയ പൈസക്ക് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ? അത്യാവശ്യം മൈലേജും കിട്ടൂല അതിന്? നല്ല മൈലേജ് അല്ലേ? അടുത്താണ് സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 വണ്ടിയാ. 16 വണ്ടി. ഡീസൽ അല്ലേ വണ്ടി? VDA ആണ്, ഡീസൽ വണ്ടിയാണ്. നമുക്ക് മൈലേജ് പറഞ്ഞ പോലെ 18-20 ഒക്കെ പ്രതീക്ഷിക്കാം. മൈലേജ് ഉണ്ടാവും. ഓക്കെ, ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല. VDA ആണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര അമീറ ചോദ്യം? നമുക്കൊരു 5 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാം. 5 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാം. നല്ല ഫാൻസി വന്നോട്ടെ, നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ചെയ്യാം. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 4 രൂപ 4.5 രൂപേന്റെ ഉള്ളിൽ ലോൺ കയറും. വലിയ മുടക്കൊന്നും ഇല്ല ഇതിന്. അല്ലാതെ നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? അപ്പൊ നമുക്ക് അമീറ, നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് മലബാറിന്റെ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് ചെട്ടിയാർമാടാണ്. യൂണിവേഴ്സിറ്റിക്ക് ഇടയിൽ ചെട്ടിയാർമാട്. അത് നമ്മളെ ഹൈവേന്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ സൈഡിലായിട്ടാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ തൃശ്ശൂർ കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ്. അപ്പോൾ മലബാറിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നോവകളൊക്കെ ചെറിയ പൈസക്ക് വേണമെങ്കിൽ വേഗം വിളിച്ചോളി. താഴെ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ആമിർ സൈനിങ് ഓഫ്.